11,95,000 കൊടുക്കാം. 14 മോഡൽ ഒരു ഓഫർ പ്രൈസ് ആയിട്ട് നമുക്ക് ഇടാം. ഈ വീഡിയോയിൽ നമുക്ക് ഈ സെറ്റ് ഓപ്ഷനിൽ കാണാൻ സാധിക്കും. നമ്മൾ എത്രയാണ് വാഹനത്തിന് ആസ്കിംഗ് പ്രൈസ്? ഇത് 16,25,000 16,25,000 വിത്ത് NOC. ഒരു കളറ് കൂടാതെ TRD കിറ്റ് ചെയ്തിട്ടുണ്ടല്ലേ? അത് ചെയ്തോടെ വണ്ടിയുടെ ലുക്ക് അങ്ങോട്ട് മാറി. പിന്നെ ഫാൻസി നമ്പർ ഉണ്ട്. ഡബിൾ എന്തായാലും 14 ലക്ഷം രൂപ വരെ ലോൺ 14 ലക്ഷം രൂപ വരെ ലോൺ ചെയ്യാം. അപ്പൊ ചെറിയൊരു തുക മുടക്കുകയാണെങ്കിൽ നമുക്ക് ഇന്നോവ ക്രിസ്റ്റ സ്വന്തമാക്കാല്ലേ. ബോഡി ഭാഗങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ 2014 ടൂ വീൽ ഓട്ടോമാറ്റിക് ആണ്. NOC റെഡിയാണ്. ഹലോ ഗൈസ്, മലയാള മീഡിയയിലെ പുത്തൻ പുതിയ എപ്പിസോഡിലേക്ക് എന്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്നൊരു കിടുക്കാച്ച എപ്പിസോഡായിട്ടാണ് വന്നിട്ടുള്ളത്. ടയോട്ടയുടെ എവർഗ്രീൻ ഹിറ്റ് വാഹനമായിട്ടുള്ള ഫോർച്യൂണർ, ക്രിസ്റ്റ, ഈ വാഹനങ്ങളാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഇതെല്ലാം അതർ സ്റ്റേറ്റ് വാഹനങ്ങൾ. ഇതൊരു യൂസ്ഡ് കാർ ഷോറൂം അല്ല. നിങ്ങൾക്ക് ഈ ചുറ്റുപാടൊക്കെ നോക്കി കണ്ടാൽ മനസ്സിലാവും. ഇത് അതർ സ്റ്റേറ്റ് വാഹനങ്ങൾ അവിടുന്ന് ഡയറക്റ്റ് പാർട്ടിയുടെ കയ്യിൽ നിന്ന് പോയി പർച്ചേസ് ചെയ്ത വാഹനങ്ങളാണ്. കറക്റ്റ് ഹിസ്റ്ററി അവൈലബിൾ ആണ്, കറക്റ്റ് കിലോമീറ്റർ ആണ്. വാഹനങ്ങൾക്ക് റീപ്ലേസ്മെന്റോ ആക്സിഡന്റോ ഒന്നും ഇല്ലാത്ത വാഹനങ്ങളാണ്. ഒക്കെ ചെക്ക് ചെയ്ത് പർച്ചേസ് ചെയ്ത വാഹനങ്ങളാണ് കേട്ടോ. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ വന്ന് ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷനും നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ്. ഈ വാഹനം നിൽക്കുന്നത് ഇപ്പൊ കൊണ്ടോട്ടിയിലാണ്. ഇവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്പറൊക്കെ അടിയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ വാഹനങ്ങളുടെ എല്ലാ ഡീറ്റെയിൽസും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. എന്നോട് പറ്റുന്ന അത്ര ഞാൻ പറഞ്ഞുതരും. അപ്പൊ മുഴുവനായിട്ട് വീഡിയോ കാണാൻ, സ്കിപ്പ് ചെയ്യാതെ കാണാം. ഇവരുടെ നമ്പറൊക്കെ താഴ്ത്തു കൊടുത്തിട്ടുണ്ട്. അതിൽ കോൺടാക്ട് ചെയ്താൽ കൂടുതൽ വിവരങ്ങൾ അറിയാൻ സാധിക്കും. അപ്പൊ നമുക്ക് ഒട്ടും തന്നെ സമയം വേസ്റ്റ് ചെയ്യാതെ നേരെ വീഡിയോയിലേക്ക് പോവാം. നമുക്ക് ഈ വാഹനങ്ങളൊക്കെ പരിചയപ്പെടുത്തി തരുന്നത് റിദ്വാനിക്കയാണ്. റിദ്വാനിക്ക മലയാള മീഡിയയിലേക്ക് സ്വാഗതം. അപ്പൊ നമുക്ക് ആദ്യമായിട്ട് എല്ലാവരും എൻക്വയറി ചെയ്യുന്നൊരു വാഹനമാണ് ഇന്നോവ ക്രിസ്റ്റ അല്ലെ. നമുക്ക് ഫസ്റ്റ് തന്നെ ഇതിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞു കൊടുക്കാം. ഇത് എത്ര മോഡൽ വരുന്നത്? ഇത് 2016 മോഡല്, 129 ഓട്ടം, ഫുള്ള് കമ്പനി സർവീസ്, കറക്റ്റ് ഹിസ്റ്ററി ഉണ്ട്. കറക്റ്റ് സർവീസ്. ഓണർഷിപ്പ് സിംഗിൾ ഓണർ അല്ലേ. ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇത് ഇന്നോവയിൽ ഏറ്റവും ഫുൾ ഓപ്ഷൻ ആണ്. ഇസെറ്റ് ഓട്ടോമാറ്റിക് കേട്ടോ. ടയർ 4 കിടിലൻ അലോയ് വീൽസ് ഒക്കെ വരുന്നുണ്ട്. ടയർ ഏകദേശം എത്ര ശതമാനം ഉണ്ട്? ഒരു 70% ഒക്കെ എന്തായാലും ഉണ്ട് അല്ലേ. മേജർ ആക്സിഡന്റ് ഒന്നുമില്ലല്ലോ? മേജർ ആയിട്ട് ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. കറക്റ്റ് സർവീസ് ഉള്ള വണ്ടിയാണ്. ഓക്കെ. പിന്നെ ടയോട്ടന്റെ ഷോറൂം ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ഇപ്പൊ നമ്മള് പുറകുവശത്തോട്ട് നോക്കുകയാണെങ്കിൽ ഡീഫോഗർ, റിയർ വൈപ്പർ, സെൻസറുകൾ കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. റിവേഴ്സ് ക്യാമറ വരുന്നില്ല? റിവേഴ്സ് ക്യാമറ വരുന്നുണ്ട് അല്ലേ. ഓക്കെ. 2.8 ആണ് വരുന്നത്. അതിൽ ഓട്ടോമാറ്റിക് കേട്ടോ. കീലെസ് എൻട്രി വരുന്നുണ്ട്. ഇന്റീരിയർ ഭാഗത്തേക്ക് വന്നാല് കമ്പനി ലെതർ സീറ്റ് വരുന്നുണ്ട് അല്ലേ. പിന്നെ പുഷ് ബട്ടൺ സ്റ്റാർട്ട്, കമ്പനി ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം, ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോള്, റിയർ AC, എയർ ബാഗ് തുടങ്ങിയ എല്ലാ ഫീച്ചേഴ്സും വരുന്ന ഏറ്റവും ഫുൾ ഓപ്ഷൻ 7 സീറ്റ് ആണല്ലേ വാഹനം. ഓട്ടോമാറ്റിക് ആകുമ്പോൾ മൈലേജ് ഇപ്പൊ എത്ര പ്രതീക്ഷിക്കാം നമുക്ക്? മൈലേജ് എന്തായാലും ഒരു 13-14 ഒക്കെ കിട്ടും. 13-14 റേഞ്ച്. ഹൈവേ ഒക്കെ നമ്മൾ പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ 15 ഒക്കെ കിട്ടിയൊരു ലോങ് ഡ്രൈവ്. ഓക്കെ. നമ്മൾ എത്രയാണ് ഈ വാഹനത്തിന് എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈസ്? ഇത് 14.5 ലക്ഷം രൂപ വിത്ത് NOC ലാണ് ചോദിക്കാൻ. വിത്ത് NOC 16 ലക്ഷം രൂപ. 14.5 ലക്ഷം. NOC KL 53 റെഡിയാണ് അല്ലേ. ഓക്കെ. ഇപ്പൊ നമ്മൾ തന്നെ നമ്പർ ആക്കാനുള്ള ഫെസിലിറ്റി പിന്നെ ഈ വാഹനത്തിന് ഏകദേശം എത്ര ലോൺ ചെയ്യാം നമുക്ക്? ലോൺ നമുക്ക് നമ്പർ ആക്കിയതിന് ശേഷം നമുക്ക് എന്തായാലും 14 ലക്ഷം രൂപ വരെ ലോൺ ചെയ്യാം. 14 ലക്ഷം രൂപ വരെ ലോൺ ചെയ്യാം. അപ്പൊ ചെറിയൊരു തുക മുടക്കുകയാണെങ്കിൽ നമുക്ക് ഇന്നോവ ക്രിസ്റ്റ സ്വന്തമാക്കാല്ലേ. അപ്പൊ നമുക്ക് അടുത്തായിട്ട് ഒരു കിടിലൻ ഫോർച്യൂണർ പരിചയപ്പെടാം. സിൽവർ കളറ് കൂടാതെ TRD കിറ്റ് ചെയ്തിട്ടുണ്ടല്ലേ? അത് ചെയ്തോടെ വണ്ടിയുടെ ലുക്ക് അങ്ങോട്ട് മാറി. പിന്നെ ഫാൻസി നമ്പർ ഉണ്ട്. 3355 നമ്പർ ആയ വണ്ടിയാണ്. ഒരു കൊല്ലമായിട്ട് ഇവിടെ നമ്പർ ആയ വണ്ടിയാണ്. കേരളത്തിൽ നമ്പറായി ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടിയാണ്. ഓക്കെ. അപ്പൊ വണ്ടി എടുക്കുന്നവർക്ക് ബെനിഫിറ്റ് എന്താന്ന് വെച്ചാൽ നമ്പർ ആക്കേണ്ട ആവശ്യമില്ല. പുറമെ TRD കിറ്റ് നമുക്ക് കിട്ടും. നിലവിൽ 3rd ഓണർഷിപ്പിലാണ് വണ്ടി ഉള്ളത്. ടയർ ഏകദേശം ഒരു 90% ടയർ ഉണ്ട്. 90% ടയർ ഉണ്ട്. ഫുള്ള് കമ്പനി സർവീസ് ആണ്. നിലവിൽ 3rd ഓണർഷിപ്പ് ആണ്. കിലോമീറ്റർ എത്ര ഓടിയുണ്ട്? കിലോമീറ്റർ 1,68,000. ഹിസ്റ്ററി അവൈലബിൾ ആണ്. മേജർ ആയിട്ട് ആക്സിഡന്റോ റീപ്ലേസോ കാര്യങ്ങളൊന്നുമില്ല അല്ലെ. ഈ വണ്ടി എടുക്കുന്നതിന് ബെനിഫിറ്റ് ടയർ മാറ്റേണ്ട ആവശ്യമില്ല. TRD കിറ്റ് ഉണ്ട്. പിന്നെ കിഡിലെ കളറും ആണ് കേട്ടോ. അപ്പൊ വണ്ടി കിലോമീറ്റർ ഓണർഷിപ്പ് എത്രയായിരുന്നു? ഓണർഷിപ്പ് 3rd ഓണർഷിപ്പ് ആണ് അല്ലെ. അത് കേരളത്തിൽ നമ്പർ ആക്കിയപ്പോ എന്തായാലും 3rd ഓണറിലേക്ക് മാറേണ്ടി വരും. പിന്നെ ടൈലൈറ്റ് ഒക്കെ മാറ്റിയാണ്. TRD സ്പോയിലർ, TRD സ്കേർട്ടിങ് കാര്യങ്ങളൊക്കെ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട് അല്ലേ. ഭയങ്കര സ്പോർട്ടി ലുക്കാണ് വാഹനം കാണുമ്പോൾ. പിന്നെ നമ്മൾ ഡിക്കൊക്കെ നോക്കുകയാണെങ്കിൽ പക്കാ നീറ്റ്നെസ്സോടെ കൂടി തന്നെയാണ് കൊണ്ടുനടന്നിട്ടുള്ളത്. പേസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആണ് കേട്ടോ. ഓക്കെ. റൂഫും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല നീറ്റ്നെസ്സിൽ തന്നെയാണ് കൊണ്ടുനടന്നിട്ടുള്ളത്. 3rd ഓണർഷിപ്പ് ആയാലും നമ്പർ ആക്കിയപ്പോ 3rd ഓണറിലേക്ക് മാറിയതാണ്. ഓക്കെ. ഇവിടെ ഒരു കൊല്ലമായിട്ട് ഏകദേശം നമ്പറായി
ഒരു കൊല്ലം നമ്മള് number നാട്ടിൽ ആയിട്ടുണ്ട്. ഓടിയിട്ടുണ്ടല്ലേ? ഒരു പാർട്ടിയുടെ വണ്ടിയാണ്. ഒരു പാർട്ടിന്റെ വണ്ടിയാണ്. ഇന്റീരിയർ ഭാഗം നോക്കുകയാണെങ്കിൽ ഒരു വര പോലും എനിക്ക് കാണാൻ സാധിക്കുന്നില്ല. നല്ല നീറ്റ്നെസ് തന്നെയാണ്. ഒരു ഡെന്റോ ക്രാക്കോ ഒന്നും നമുക്ക് കാണാൻ സാധിക്കില്ല. നമ്മൾ ഇന്റീരിയർ ഭാഗത്തേക്ക് വന്നാല് അത്യാവശ്യം തരക്കേടില്ലാത്ത ഇന്റീരിയർ ആണ്. 2013 അപേക്ഷിച്ച് ക്വാളിറ്റി ഉണ്ട് കേട്ടോ. ഓക്കെ, കമ്പനി സ്റ്റീരിയോ, ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ വരുന്നുണ്ട്, എയർ ബാഗ്, റൂഫ് എ സി തുടങ്ങിയ ഫീച്ചേഴ്സ് ഒക്കെ വരുന്നുണ്ട്. ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ്മെന്റ്, സീറ്റും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. എല്ലാ ഇലക്ട്രിക്കൽ പാർട്സും പക്ക വർക്കിംഗ് ആണ്. 2 വീല് ഓട്ടോമാറ്റിക് വാഹനം വരുന്നത്. മൈലേജിന്റെ കാര്യം ചോദിക്കാൻ പറ്റുമെന്ന് അറിയില്ല, എന്നാലും എത്ര മൈലേജ് എന്തായാലും 10-11 നല്ല ഓടിക്കാണെന്നുണ്ടെങ്കിൽ കിട്ടൂലേ? ഓക്കെ, അപ്പൊ അത്യാവശ്യം തരക്കേടില്ലാത്തൊരു വാഹനമാണ്. നമ്മൾ എത്രയാണ് ഈ വാഹനത്തിന് എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈസ്? ഇതിന് 13,75,000 രൂപയാണ്. 13,75,000 നമ്പർ ഫോർച്യൂണർ ആണ്. 2013 ആണ്. 2 വീൽ ഓട്ടോമാറ്റിക് ആണ്. 1,68,000 കിലോമീറ്റർ വിത്ത് കമ്പനി സർവീസില്. അപ്പൊ നമുക്ക് എത്ര ലോൺ ചെയ്യാം വാഹനത്തിന്? ലോൺ നമുക്ക് ഏകദേശം എന്തായാലും നല്ല പ്രൊഫൈലും കാര്യങ്ങളൊക്കെ അനുസരിച്ച് ഒരു 10 lakh വരെ 10 ലക്ഷം രൂപ ലോൺ ചെയ്യാം. അപ്പൊ ചെറിയൊരു തുക ഡൗൺ പേയ്മെന്റ് മുടക്കുകയാണെങ്കിൽ നല്ലൊരു കിടിലം ഫോർച്യൂണർ നമുക്ക് സ്വന്തമാക്കാം. നമ്പർ ആക്കിയ വണ്ടി കേട്ടോ. അപ്പൊ നമുക്ക് അടുത്തായിട്ട് ഒരു വൈറ്റ് കളർ ഫോർച്യൂണർ സ്വന്തമാക്കാം. ഒരുപാട് പേര് എൻക്വയറി ചെയ്യുന്ന ഒരു കളറാണ് വൈറ്റ് കളർ. ഫോർച്യൂണർ ആകുമ്പോൾ ഒന്നുകൂടി നല്ലൊരു പ്രൗഡി ലുക്ക് തരില്ല. ഇത് UP രജിസ്ട്രേഷൻ ആണ്. UP രജിസ്ട്രേഷൻ, NOC റെഡിയാണ്. 2014 മോഡൽ. കിലോമീറ്റർ ഇത് 180 ആണ് ഓടിയത്. ഫുള്ള് കമ്പനി സർവീസ് ആണ്. വേറെ മേജർ തട്ടുമുട്ട് കാര്യങ്ങളൊന്നുമില്ല. ടയോട്ടന്റെ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ടയോട്ടന്റെ എഞ്ചിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാല് എത്ര ഓടിയാലും അനങ്ങാത്തൊരു എഞ്ചിനാണ്. കറക്റ്റ് ഓയിലും കാര്യങ്ങളൊക്കെ കറക്റ്റ് സർവീസ് ചെയ്താല് എത്ര വേണേലും ഓടും കേട്ടോ. പിന്നെ ടയർ വശത്തേക്ക് വരികയാണെങ്കിൽ ഏകദേശം എത്ര ശതമാനം വരുന്നുണ്ട്? ഇത് എന്തായാലും 70% ടയർ ഭാഗങ്ങളൊക്കെ ഉണ്ട്. 70% ടയർ വരുന്നുണ്ട് അല്ലെ. പിന്നെ ബോഡി ഭാഗങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ 2014 2 വീൽ ഓട്ടോമാറ്റിക് ആണ്. NOC റെഡിയാണ്. NOC ഓൾറെഡി എടുത്തതാണ്. ഓക്കെ, അപ്പൊ നമ്പർ ആക്കാനുള്ള എക്സ്പെൻസ് പാർട്ടി കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ വേണ്ട അറേഞ്ച്മെന്റ്സും കാര്യങ്ങളൊക്കെ ചെയ്യാം. ടൈലൈറ്റ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അതെ, ടൈലൈറ്റ് ഫാൻസി ടൈലൈറ്റ്സ് കയറ്റി കൊടുത്തു. ചെയ്ത് കൊടുത്തിട്ടുണ്ട്. TRD സ്പോയിലർ, TRD സ്കേർട്ടിങ് കാര്യങ്ങളൊക്കെ. നമ്മൾ ഡിക്കി ഓപ്പൺ ചെയ്യുമ്പോൾ പേസ്റ്റിങ് കാര്യങ്ങളൊന്നും കറക്റ്റ് ആണ്. പിന്നെ ഒരു മുഷിലോ കാര്യങ്ങളൊന്നും സംഭവിച്ചില്ലല്ലോ. റൂഫും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല നീറ്റ്നെസ് തന്നെ ഉണ്ട്. നമുക്ക് ഇവിടെ റൂഫ് AC കാണാൻ സാധിക്കും. പിന്നെ വണ്ടി മേജർ ആക്സിഡന്റ് കാര്യങ്ങൾ ഒന്നുമില്ല. മേജർ ആയിട്ട് ഒന്നും ഉണ്ടാവില്ല അല്ലെ. ഓക്കെ, TRD സ്കേർട്ടിങ് ഉണ്ട്, TRD സ്പോയിലർ ഉണ്ട്. ഓക്കെ, സ്കേർട്ടിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇന്റീരിയർ ഭാഗം ജസ്റ്റ് നോക്കാം. 2014 ക്വാളിറ്റി നമുക്ക് ഇന്റീരിയർ കാണാൻ സാധിക്കും. സീറ്റ് ആയാലും പിന്നെ എല്ലാ ഇലക്ട്രിക്കൽ പാർട്സും വർക്കിംഗ് ആണ്. AC കാര്യങ്ങളൊക്കെ പക്ക കൂളിംഗ് ആണല്ലേ. പിന്നെ ഇതിന് പറഞ്ഞ പോലെ തന്നെ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ, എയർ ബാഗ് തുടങ്ങിയ എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. 2 വീല് ഓട്ടോമാറ്റിക് ആണല്ലേ. ഓക്കെ, നമ്മൾ എത്രയാണ് ഈ വാഹനത്തിന് ആസ്കിംഗ് പ്രൈസ്? ഇത് 12,25,000 രൂപ. 12,25,000 രൂപ വിത്ത് NOC നമുക്ക് ഇത് കൊടുക്കാൻ സാധിക്കും. ഡോറും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ കറക്റ്റ് പേസ്റ്റും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ഒരു ചീർപ്പ്, ഒരു തീപ്പെട്ടിയൊക്കെ കിട്ടും വണ്ടി എടുത്താലേ ഫ്രീ ആയിട്ട് നമുക്ക് കൊടുക്കാം. പിന്നെ ഇതിന് റീപ്ലേസ്മെന്റ് ആയിട്ട് ഒരു ഗ്ലാസ്, ഈ ഒരു ഗ്ലാസ് റീപ്ലേസ് ഉണ്ട്. അത് കറക്റ്റ് ഹിസ്റ്ററിയിൽ കമ്പനി തന്നെ ആയിരിക്കും മാറ്റിയത്. ഓക്കെ, നമ്മൾ എത്രയാണ് ഈ വാഹനത്തിന് എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈസ്? ഇത് 12,40,000 രൂപ വിത്ത് NOC കൊടുക്കാം. 14 വണ്ടിയാണ്. 2 വീൽ ഓട്ടോമാറ്റിക് 12,40,000 രൂപ കൊടുക്കാം. NOC കാര്യങ്ങളൊക്കെ റെഡിയാണ് കേട്ടോ. അപ്പൊ നമ്മുടെ എല്ലാ വണ്ടികളും പേപ്പർ ഭാഗങ്ങൾ ഫുള്ള് ക്ലിയർ ആണ്. അപ്പൊ ആളുകള് പേടിയായിരിക്കും ഈ വണ്ടി ആകുമ്പോ. NOC കിട്ടാത്ത ഒരു ഭയം ഇവിടെ അതിന്റെ ഒരു ആവശ്യമില്ല. ഡയറക്റ്റ് എടുക്കുമ്പോൾ NOC കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് അവിടുന്ന് വണ്ടി കൊണ്ടുപോകുന്നത്. എല്ലാ ഉത്തരവാദിത്തം നമ്മുടെ കയ്യിൽ തന്നെയാണ്. പേപ്പർ ഭാഗം നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എത്രത്തോളം ചെക്ക് ചെയ്യാം അത്രത്തോളം ചെക്ക് ചെയ്തിട്ട് മാത്രം നിങ്ങൾ എടുത്താൽ മതി. പെർഫെക്റ്റ് ആയി. കൂടാതെ അതുപോലെ തന്നെ വണ്ടി ടയോട്ടയുടെ ഷോറൂമിൽ, ഓതറൈസ്ഡ് ഷോറൂമിൽ കൊണ്ടുപോയി ചെക്ക് ചെയ്യാം. സാറ്റിസ്ഫൈഡ് ആണെന്നുണ്ടെങ്കിൽ മാത്രം എടുക്കാം. നിങ്ങൾക്ക് എല്ലാ സൗകര്യങ്ങളും നിങ്ങൾ അതിനുള്ള അറേഞ്ച്മെന്റ് കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കില്ലേ. ഓക്കെ, നിങ്ങൾക്ക് അത്രയും തൃപ്തിയായി മാത്രം നമ്മുടെ കയ്യിൽ വണ്ടി പർച്ചേസ് ചെയ്താൽ മതി. കൊടുക്കുന്ന പൈസക്കുള്ള വണ്ടി പെട്ടെന്ന് പറഞ്ഞു കിട്ടും. കാരണം മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഒരു തോറുന്ന സമയത്താണ് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇതിനെ പരിചയപ്പെടുത്തുന്നത്. മഴ വർഷിക്കട്ടെ, നമ്മളൊക്കെ വെയിലും കാര്യങ്ങളൊക്കെ കൊണ്ട് ആകെ ക്ഷീണിതമായുള്ള സമയം ഉണ്ടായിരുന്നു കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തായിട്ട് വീണ്ടും ഒരു സിൽവർ കളർ ഫോർച്യൂണർ പരിചയപ്പെടാം. ഇത് 2014 മോഡല് 2 വീൽ ഓട്ടോമാറ്റിക്. എത്ര കിലോമീറ്റർ ഓടിക്കുന്ന വണ്ടി? ഇത് 2,39,000 കിലോമീറ്റർ. സെയിം വണ്ടി. ഇത് 2014, ഇത് 2000 2 വീൽ ഓട്ടോമാറ്റിക്. കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ജെന്യൂൻ അല്ലേ? കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ജെന്യൂൻ ആണ്. ഫുൾ കമ്പനി സർവീസ് ഉണ്ട്. 2,39 ഓട്ടോ
ഒരുപാട് നമ്മുടെ മാർക്കറ്റിൽ ഒരുപാട് ഫെസിലിറ്റീസ് ഇപ്പൊ അവൈലബിൾ ആണ്, കിലോമീറ്റർ തിരിക്കാനും മറിക്കാനൊക്കെ. അങ്ങനെ എന്തായാലും പക്ഷെ നമ്മൾ ഹിസ്റ്ററി ചെക്ക് ചെയ്താൽ പിടിക്കും ചെയ്യും. കറക്റ്റ് ഹിസ്റ്ററി ആണ്. ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തിരിച്ചിടാലോ. കറക്റ്റ് നമ്മൾ ഒറിജിനൽ കിലോമീറ്റർ ആണ്. കിലോമീറ്റർ പറഞ്ഞ് നമ്മള് ജെനുവിനായിട്ട് തെളിയിച്ച് നമുക്ക് അറിയാവുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞിട്ട് ഇത് വണ്ടി കൊടുക്കും. ഓക്കെ ഓക്കെ. പിന്നെ വണ്ടി ബോഡി ഷേപ്പും കാര്യങ്ങളൊക്കെ പക്കാ നീറ്റാണ്. എന്തെങ്കിലും റീപ്ലേസ്മെന്റ് ആയിട്ട് റീപ്ലേസ്മെന്റ് മെയിൻ ക്ലാസ് റീപ്ലേസ്മെന്റ്. മെയിൻ ക്ലാസ് ഉണ്ട്. മേജർ ആക്സിഡന്റ് ഒന്നും ഇല്ലല്ലോ? അത് കമ്പനിയിൽ കറക്റ്റ് ഇല്ലേ? ഓക്കെ. ഇതിന്റെ ടൈൽ ലൈറ്റ് നോക്കാൻ വേറെ തന്നെ നമ്മള് കണ്ട മറ്റു രണ്ട് വണ്ടിയിൽ കണ്ടതിനെക്കാട്ടും ഒന്നുകൂടി പെർഫെക്റ്റ് ലൈറ്റ്. നിങ്ങൾ പറഞ്ഞ മോഡൽ ലൈറ്റ് ആണ്. നൈറ്റ് ആയി കഴിഞ്ഞാൽ ഭയങ്കര വിഷൻ ലൈറ്റ് ആണ്, നമുക്ക് കൂടുതൽ ഇതിന്റെ വിഷന് കാണാൻ സാധിക്കും. പിന്നെ നമ്മൾക്ക് TRD കിറ്റ് ഉണ്ട്, സ്കേർട്ടിംഗ്, TRD സ്പോയിലർ കാണാൻ സാധിക്കും. എല്ലാ ഭാഗങ്ങളും പക്ക നീറ്റ്നെസ്സിൽ തന്നെ കേട്ടോ. സൈഡ് ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു ഡെന്റോ ക്രാക്ക് ഒന്നും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. ഇന്റീരിയർ ഭാഗത്തേക്ക് വന്നാല് ഇന്ത്യയുടെ ഭാഗം നോക്കുകയാണെങ്കിൽ ഒരു ബ്ലാക്ക് തീമിലാണ് എക്സ്ട്രാ സീറ്റ് കവർ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഒരു ആവറേജ് ക്വാളിറ്റി നമ്മളെ നമ്മളെ കസ്റ്റമർ വന്നാൽ ഒന്നുകൂടി നീറ്റ് ആയി പെർഫെക്റ്റ് ആയിട്ട് കൊടുക്കണം. ഒന്നുകൂടി പെർഫെക്റ്റ് ആയിട്ട് ഒന്നുകൂടി പോളിഷും കാര്യങ്ങളൊക്കെ ചെയ്തു. ഓക്കെ. ഇലക്ട്രിക്കൽ പാർട്സ് ഒക്കെ എല്ലാം വർക്കിംഗ്. സീറ്റും കാര്യങ്ങളൊക്കെ പക്ക വർക്കിംഗ് ആണ്. ഓക്കെ. എത്രക്ക് കൊടുക്കാം നമുക്ക്? ഇത് നമുക്ക് 11,95,000 വിത്ത് NOC നമുക്ക് കൊടുക്കാം. 11,95,000 കൊടുക്കാം. നാളെ പേർക്ക് നമുക്ക് NOC എടുത്ത് കൊടുക്കുകയും ചെയ്യാം. 14 മോഡൽ ഒരു ഓഫർ പ്രൈസ് ആയിട്ട് നമുക്ക് ഇടാം. അതിനിപ്പോ പാർട്ടി വരുമ്പോ നമുക്ക് എന്തെങ്കിലും ഈ പറഞ്ഞ പ്രൈസ് ഒന്നും അന്തിമമല്ല, ഒക്കെ നെഗോഷ്യബിൾ ആണ്. നമ്മൾ നേരിട്ട് വന്ന് നമ്മളെ മലയിൽ മീഡിയ ആണെന്ന് പറഞ്ഞ ഒന്നുകൂടി നമ്മളൊന്ന് നിങ്ങളെ ഫോളോവർ ആണെന്നുണ്ടെങ്കിൽ ഇതിലൊക്കെ ചെയ്തു കൊടുക്കാൻ കേട്ടോ. ഇതിന് എത്ര ലോൺ കിട്ടും? നമുക്ക് നമ്പർ ആയതിനു ശേഷം നമുക്ക് എന്തായാലും 10-11 ലെവല് IDV ഒക്കെ ഇടുന്നതിനനുസരിച്ച് നമുക്ക് ലോൺ ചെയ്യാം. മെയിൻ അത്യാവശ്യം 750 സിബിൽ സ്കോറിന്റെ മുകളിൽ ഉണ്ടെങ്കിൽ കാര്യങ്ങളൊക്കെ അടക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ മാക്സിമം നമുക്ക് ലോൺ ചെയ്യാൻ സാധിക്കും. ഓക്കെ. അപ്പൊ അടുത്തായിട്ട് നല്ലൊരു നീറ്റ് ആൻഡ് ക്ലീൻ ഇന്നോവ ക്രിസ്റ്റ പരിചയപ്പെടാം. നമ്മൾ ആദ്യം ഏറ്റവും ഇത് ഫുൾ ഓപ്ഷൻ 2018 മോഡൽ 19 രജിസ്ട്രേഷൻ ആണ്. 18 മോഡൽ 19 രജിസ്ട്രേഷൻ. സിംഗിൾ ഓണർ ആണ്. 1,23,000 വിത്ത് കമ്പനി സർവീസ്. ഇസഡ് ഓട്ടോമാറ്റിക് ആണോ? അതെ, സെഡ് ഓട്ടോമാറ്റിക് ആണ്. സെഡ് ഓട്ടോമാറ്റിക് ആണ് വരുന്നത്. സെക്കൻഡ് കീ, സർവീസ് ബുക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. സിംഗിൾ ഓണർ, ഡയറക്റ്റ് പാർട്ടിന്റെ കയ്യിൽ നിന്ന് പറഞ്ഞ് പർച്ചേസ് ചെയ്ത വണ്ടിയാണ്. ഓക്കെ. ഇതിന്റെ ബോഡി ലൈനിങ്ങും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും പക്കാ വൃത്തി തന്നെയാണ്. നല്ല വൃത്തിയുള്ള വണ്ടിയാണ്, സിംഗിൾ ഓണർ വണ്ടിയാണ്. അതെ അതെ. സൈഡ് ഭാഗങ്ങളിലേക്കൊക്കെ വരികയാണെങ്കിലും നല്ല വൃത്തിയുണ്ട്. നമുക്ക് ക്യാമറയിൽ എത്രത്തോളം കാണാൻ സാധിക്കും അറിയില്ല. ഇപ്പൊ നമുക്ക് വിഷ്വലായിട്ട് കാണുമ്പോൾ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വാഹനം. പിന്നെ ടയർ ഏകദേശം എത്ര? ടയർ ഏകദേശം എന്തായാലും 70% എന്തായാലും ഉണ്ട്. 70% റെയർ ലെവലിൽ വരുന്നുണ്ട്. പിന്നെ ഭാഗങ്ങളൊക്കെ നല്ല വൃത്തി, നല്ല ക്ലീൻ ആണ്. ഓക്കെ. ഇസഡ് 2.8 ആണ് വരുന്നത് വാഹനം. നമുക്ക് ഇടുക്കി ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല വൃത്തിയുണ്ട്. ഇപ്പൊ ഇസഡ് ആയതുകൊണ്ട് തന്നെ കമ്പനി ലെതർ സീറ്റ് ആണ് വരുന്നത്. അപ്പൊ ഒരു വേറെ ബ്ലാക്ക് തീമിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഓക്കെ. എല്ലാ ഭാഗങ്ങളും പക്ക വർക്കിംഗ് അല്ലേ? ഇലക്ട്രിക്കൽ ആയാലും. ഓക്കെ. പിന്നെ വണ്ടി മേജർ ആക്സിഡന്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. കമ്പനി സർവീസിൽ ഹിസ്റ്ററി അവൈലബിൾ ആണ്. കിലോമീറ്റർ എത്ര നമ്മൾ പറഞ്ഞു? 1,23,000 കിലോമീറ്റർ. 23,000. അതൊക്കെ പ്രോപ്പർ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉണ്ട്. സർവീസ് ബുക്ക് ഉണ്ട്, സെക്കൻഡ് കീ ഉണ്ട്. ഡയറക്റ്റ് പാർട്ടിന്റെ പർച്ചേസ് ചെയ്യുന്നതാണ്. ഓക്കെ. നമ്മളിപ്പോ പുറകുവശത്തോട്ട് വരികയാണെങ്കിൽ 7 സീറ്റർ ആണ് വാഹനം വരുന്നത്. ലെതർ സീറ്റ് ആണ് വരുന്നത്. സീറ്റിന്റെ പുറകുവശത്ത് ഫുഡ് ട്രേ കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. ഇത് ഫുൾ ഓപ്ഷനിൽ വരുന്ന ഫീച്ചർ ആണ് അല്ലേ? ഓക്കെ. പക്ക ലക്ഷറി ആണ്. ഫുൾ ഓപ്ഷനിലേക്ക് വരുമ്പോൾ നമുക്ക് ആ കാറ്റഗറിയിൽ പെടുത്താവുന്ന വണ്ടി. അതെ. ഫുൾ ഓപ്ഷനിലേക്ക് വരുമ്പോഴാണ് ക്രിസ്റ്റന്റെ യഥാർത്ഥ സൗന്ദര്യം കാണാൻ സാധിക്കുന്നത്. ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ്മെന്റ് സീറ്റ്, പുഷ് ബട്ടൺ സ്റ്റാർട്ട്, എയർ ബാഗ്, കമ്പനി സ്റ്റീരിയോ, ഓട്ടോമാറ്റിക് AC തുടങ്ങിയ എല്ലാ ഫീച്ചേഴ്സും നമുക്ക് ഇസഡ് ഓപ്ഷനിൽ കാണാൻ സാധിക്കും. നമ്മൾ എത്രയാണ് വാഹനത്തിന് ആസ്കിംഗ് പ്രൈസ്? ഇത് 16,25,000 വിത്ത് NOC. 16,25,000 വിത്ത് NOC. റെഡിയാണ്. KL65 NOC റെഡിയാണല്ലേ? മാക്സിമം എത്ര നമുക്ക് ലോൺ ചെയ്യാൻ സാധിക്കും? ലോൺ നിലവിലെ സാഹചര്യത്തിൽ നമുക്ക് ലോണിന്റെ കാര്യത്തിൽ RC കിട്ടാത്തൊരു വിഷയമുണ്ട്. അതെ അതെ. ഗവൺമെന്റ് അത് നമ്മളെ ഫാൾട്ടല്ല, ഗവൺമെന്റിന്റെ ഫാൾട്ടാണ്. എത്ര ഏകദേശം ലോൺ കിട്ടും ഇനി? എന്തായാലും 14 ലക്ഷം ആ ലെവലിലൊക്കെ എന്തായാലും ലോൺ കിട്ടും. IDV കാര്യങ്ങൾക്കൊക്കെ അനുസരിച്ച് പ്രൊഫൈലും കാര്യങ്ങളും. 16,000 ഇതിന്റെ റേറ്റ് പറയുന്നത്. എന്തെങ്കിലുമൊക്കെ നെഗോഷ്യബിൾ ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആവുള്ളൂ. മാക്സിമം ഫൈനൽ റേറ്റ് ആണ് പറയുന്നത്. മാർക്കറ്റ് റേറ്റ് തന്നെയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഓക്കെ. അപ്പൊ ഗൈസ്, നമ്മൾ ഇന്നത്തെ ഈ ചെറിയ വീഡിയോ ഇവിടെ വെച്ചു അതിന്റെ ആണ്. എല്ലാവർക്കും തന്നെ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇവിടെ നമ്മൾ കാണിച്ചിട്ടുള്ളത് ഇന്നോവ ഫോർച്യൂണർ മാത്രമേ ഉള്ളൂ. നമ്മളെ കൊണ്ട് അറിയുന്ന ഡീറ്റെയിൽസ് നമ്മൾ മാക്സിമം പറയുന്നുണ്ട്. പിന്നെ കൂടാതെ നിങ്ങൾക്ക് ഈ വാഹനങ്ങൾ എല്ലാതും
കറക്റ്റ് പാർട്ടിന്റെ കയ്യിൽ നിന്ന് ഡയറക്റ്റ് പോയിട്ട് പർച്ചേസ് ചെയ്ത വാഹനങ്ങളാണ്, അല്ലാതെ കച്ചവടക്കാരുടെ നിന്ന് എടുത്ത വാഹനങ്ങളല്ല. ഒന്നുകൂടി പറഞ്ഞു എന്നുള്ളൂ. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രീമിയം വാഹനങ്ങളായിക്കോട്ടെ, എല്ലാ വാഹനങ്ങളും ചെറിയ റേറ്റിൽ അതർ സ്റ്റേറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്ത് തരണമെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്താൽ മതി. ഇവരുടെ നമ്പറും കാര്യങ്ങളൊക്കെ നമ്മൾ താഴത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം മറ്റൊരു കിടക്കാച്ച എപ്പിസോഡുമായിട്ട് കാണുന്നതുവരേക്കും ഗുഡ് ബൈ.